ഇത് കണ്ടോ, ഇതൊരു ആനയുടെ അസ്ഥികൂടാണ്. ഫുള്ളായിട്ടുണ്ട്. അതിൻ്റെ കൊമ്പ് ഉൾപ്പെടെ അതിൻ്റെ ഫുൾ കാര്യങ്ങളും ഈ ഒരു അസ്ഥികൂടത്തിനകത്തുണ്ട്. ഇത് ആനയുടെ തലയോട്ടിയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കോന്നിയിൽ ആനക്കൂടിലാണ്. ഇത് കണ്ടോ, ആനയുടെ പല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് പല്ലുണ്ട്. അതുപോലെ തന്നെ ആനയുടെ ശരീരത്തിലുള്ള പല എല്ല് ഭാഗങ്ങളും നമുക്കിവിടെ കോന്നി ആനക്കൂടിലുള്ള എലിഫൻറ്റ് മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാം. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. അപ്പോൾ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വേറൊരു മ്യൂസിയത്തിലൂടെ ഇങ്ങനെ ഇതുപോലൊക്കെ ആനയുടെ അസ്ഥികൂടം വെച്ചിട്ടുണ്ട് എന്നാണ്, ഗവിയിലുള്ള ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ കോന്നി ആനക്കൂടിനകത്ത് തന്നെയാണ് ഈ ഒരു ആനയുടെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ പാസ് എടുത്തിട്ട് ഇതിനകത്ത് കയറാൻ വേണ്ടി പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ആനക്കൂടിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു മ്യൂസിയം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇതുപോലെ വലിയൊരു ആനയുടെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ആനയുടെ ഒരു അസ്ഥികൂടം കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ എല്ലാം കുറേ ഫോട്ടോസ്, ആനയുടെ പല തരത്തിലുള്ള ഫോട്ടോസ്, നമ്മുടെ തന്നെ കേരളത്തിൽ നിന്നുള്ള പല കാടുകളിൽ നിന്നുള്ള ആനയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആനകളെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോന്നിയിൽ ആനക്കൂടിൽ പണ്ട് കാലങ്ങളിൽ ആനയെ എങ്ങനെയാണ് പിടിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അതുപോലെ തന്നെ ആനയെ കൂപ്പിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ പല രീതിയിൽ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആനയെ വാരിക്കുഴിയിൽ നിന്ന് കയറ്റുന്നത്, അതുപോലെ തന്നെ ആനയെ പൂട്ടുന്ന പല ആനകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പല വടികൾ അല്ലെന്നുണ്ടെങ്കിൽ ചങ്ങലകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ അവസാനം നമുക്ക് കാടിനകത്ത് കയറിയ ഒരു പ്രതീതി പോലെയൊക്കെ നമുക്ക് പലതരത്തിലുള്ള ആനിമൽസിൻ്റെ ബേഡ്സിൻ്റെ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടോളൂ നമ്മുടെ കോന്നി ആനക്കൂട്.